ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രം. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോടതി വിധി മറികടന്നുകൊണ്ടുള്ള നിയമനമെന്ന് മന്ത്രി പി രാജീവ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യഹർജിയിൽ NIA കോടതി നാളെ വിധി പ്രഖ്യാപിക്കും. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കുന്നു. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രം. മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരം മലയാള ചിത്രം പൂക്കാലം സ്വന്തമാക്കി. മിഥുൻ മുരളിയാണ് ചിത്രത്തിന്റെ എഡിറ്റർ. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനുള്ള പുരസ്കാരം 2018 എന്ന ചിത്രത്തിനാണ്. നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ MK രാംദാസ് സംവിധാനം ചെയ്ത നെകൽ നെല്ല് മനുഷ്യന്റെ കഥയ്ക്ക് പ്രത്യേക ജൂറി പരാമർശം. 2023 പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചത്. പുരസ്കാര പ്രഖ്യാപനം പുരോഗമിക്കുകയാണ്. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സെപ്റ്റംബർ 9-ന് വോട്ടെടുപ്പും വോട്ടെണ്ണലും നടക്കും. ഈ മാസം 7-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. 21 വരെ പത്രിക സമർപ്പിക്കാം. 22-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഈ മാസം 25-ആണ് പത്രിക പിൻവലിക്കുവാനുള്ള അവസാന തീയതി. രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ, ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. തിങ്കളാഴ്ച സഭ വീണ്ടും ചേരും. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം ഇരുസഭകളിലും പ്രതിഷേധം ഉയർത്തിയത്. യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനം ഏറെ കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേസിനാവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ നൽകി വരുന്നതായും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യമൻ ഭരണകൂടവുമായി സർക്കാർ നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായും വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചത് കൂട്ടായ ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. വധശിക്ഷ റദ്ദാക്കി എന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. വയനാട്ടിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മന്ത്രി കെ രാജൻ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് പുനരധിവാസത്തിനായി ഒരു നഗരം പൂർത്തിയാവുന്നത് എന്നും അദ്ദേഹം കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചൂരൽമല ടൌൺഷിപ്പ് സംബന്ധിച്ച് തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. 410 വീടുകൾ നിർമ്മിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. എവിടെയും ഇല്ലാത്തതുപോലെ ചരിത്രത്തിൽ ആദ്യമായി പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നഗരം കുറഞ്ഞ കാലങ്ങൾക്കിടയില്ല. കേരളത്തിലെ ഗവൺമെന്റിനെതിരായി ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തുന്ന ആരോപണങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ജനങ്ങൾ കാണും, ജനങ്ങൾ ബോധ്യപ്പെടും. ഏറ്റവും ശക്തമായിട്ട് ആ നിലപാടുകളുമായി ഗവൺമെന്റ് പോകും. സംസ്ഥാനത്തെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല VC-യായും കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല VC-യായും വീണ്ടും നിയമിച്ച് രാജ്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി. 6 മാസമാണ് താൽക്കാലിക VC-മാരുടെ കാലാവധി. സർക്കാരിന്റെ പാനൽ തള്ളിക്കൊണ്ടാണ് നിയമനം. സുപ്രീം കോടതി വിധിയെ മറികടന്നുകൊണ്ടാണ് ഈ നിയമനമെന്നും ഏറെ ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണ് ഇതെന്നും സംസ്ഥാന നിയമമന്ത്രി പി രാജീവ് പ്രതികരിച്ചു. ഏകപക്ഷീയമായ നടപടിയാണിതെന്ന് സർക്കാരുമായി കൂടിയാലോചിച്ച് വേണം നിയമനമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യഹർജിയിൽ NIA കോടതി ഇന്ന് വാദം കേട്ടു. ജാമ്യം സംബന്ധിച്ച വിധി കോടതി നാളെ പ്രഖ്യാപിക്കും. കേസ് ഡയറി ഉൾപ്പെടെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കിയ പുതുക്കിയ ഉച്ചഭക്ഷണ മെനു വിലയിരുത്താൻ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നേരിട്ടെത്തി. എഗ് ഫ്രൈഡ് റൈസിനുള്ള തയ്യാറെടുപ്പുകൾ കണ്ടു മനസ്സിലാക്കിയ മന്ത്രി 1ാം ക്ലാസ്സിലെ കുരുന്നുകൾക്ക് ഭക്ഷണം വിളമ്പി. ലെമൺ റൈസ്, വെജ് ബിരിയാണി, വിവിധയിനം പായസങ്ങൾ, റാഗി ഉപയോഗിച്ചുള്ള കൊഴുക്കട്ട, ഇലയട തുടങ്ങിയവ പരിഷ്കരിച്ച മെനുവിന്റെ ഭാഗമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വിവിധ ആശുപത്രികളിൽ സ്ഥാപിച്ച മിൽക്ക് ബാങ്കുകൾ വൻ വിജയമെന്ന് മന്ത്രി വീണ ജോർജ്. കോഴിക്കോട്, തൃശൂർ മെഡിക്കൽ കോളേജുകൾ, എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഈ സർക്കാരിന്റെ കാലത്ത് മിൽക്ക് ബാങ്ക് സ്ഥാപിച്ചത്. തിരുവനന്തപുരം SAT ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും മിൽക്ക് ബാങ്കുകൾ സജ്ജമായി വരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. 3 മിൽക്ക് ബാങ്കുകളിൽ നിന്നായി ഇതുവരെ 17,307 കുഞ്ഞുങ്ങൾക്കാണ് മുലപ്പാൽ നൽകിയത്. കേരള ഫിലിം പോളിസി കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ R. ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ മോഹൻലാൽ, സുഹാസിനി, സംവിധായകൻ മണിരത്നം എന്നിവർ മുഖ്യ അതിഥികളാവും. 2 ദിവസത്തെ കോൺക്ലേവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട 9ഓളം വിഷയങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യും. മന്ത്രിമാർ, രാജ്യാന്തര സിനിമാ പ്രൊഫഷണലുകൾ തുടങ്ങി നിരവധി പ്രമുഖർ കോൺക്ലേവിൽ പങ്കെടുക്കും. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അവസാനിച്ച ആദ്യ ദിനം തന്നെ സംസ്ഥാനത്തെ ഹാർബറുകൾ സജീവമായി. എന്നാൽ പ്രതീക്ഷിച്ച നേട്ടം ആദ്യ ദിനം ഉണ്ടായില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. മത്സ്യലേലവും മത്സ്യച്ചുമട്ടുകാരുടെ ആവേശവും വാഹനങ്ങളുടെ തിക്കും തിരക്കുമൊക്കെ ഉണ്ടായിട്ടും ആദ്യ ദിനത്തിൽ വലിയ നേട്ടം ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. മത്തിയും അയലയുമാണ് കൂടുതലായി ലഭിച്ചത്. ബോട്ടുകാർക്ക് മാത്രമല്ല വള്ളക്കാർക്കും വല നിറയെ മത്തിയും അയലയും കിട്ടി. മാർക്കറ്റിൽ ഡിമാൻഡുള്ള ചെമ്മീനും നെയ്മീനും ചൂരയും കിട്ടിത്തുടങ്ങിയിട്ടില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തുക മുടക്കി ബോട്ടും വലയും അറ്റകുറ്റപ്പണി നടത്തിയാണ് കടലിലിറക്കിയത്. ഇനി തുറമുഖങ്ങളിൽ പ്രതീക്ഷയുടെ നാളുകളാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്നതിനായി CPIM സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. രാഷ്ട്രീയ കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണ് VSന്റെ വിയോഗമെന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ ഹോക്കി ടൂർണമെന്റ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി കഴക്കൂട്ടം സൈനിക സ്കൂളിന്. ഫൈനലിൽ ഭുവനേശ്വറിനെതിരെ 2-1 കഴക്കൂട്ടം പരാജയപ്പെടുത്തിയത്. ഹോക്കിയിൽ കഴക്കൂട്ടം സൈനിക സ്കൂൾ നേടുന്ന ആദ്യ കിരീടമാണ് ഇത്. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. 6-ന് 204 റൺസ് എന്ന നിലയിൽ 2ാം ദിനമായ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് 20 റൺസ് എടുക്കുന്നതിനിടെ ശേഷിച്ച 4 വിക്കറ്റുകളും നഷ്ടമാവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇംഗ്ലണ്ട് 2 വിക്കറ്റിന് 129 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇംഗ്ലണ്ട്. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 585 പോയിന്റ് താഴ്ന്ന് 80,599-ലും നിഫ്റ്റി 203 പോയിന്റ് നഷ്ടത്തിൽ 24,565-ലും വ്യാപാരം പൂർത്തിയാക്കി. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണം ഗ്രാമിന് 20 രൂപ താഴ്ന്ന് 9,150 രൂപയും പവന് 160 രൂപ കുറഞ്ഞ് 73,200 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ നാളെ മുതൽ ചൊവ്വാഴ്ച വരെ മഞ്ഞ ജാഗ്രത നൽകി. ലക്ഷദ്വീപ് തീരത്ത് ഇന്നു മുതൽ ഈ മാസം 5 വരെയും കേരള, കർണാടക തീരങ്ങളിൽ ഈ മാസം 4-5 തീയതികളിലും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് നിർദ്ദേശം. കോഴിക്കോട് മത്സ്യബന്ധനത്തിനിടെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആദി ദൂതർ എന്ന മത്സ്യബന്ധന ബോട്ടിലെ തൊഴിലാളികളെയാണ് ഫിഷറീസ് സംഘം ആശുപത്രിയിൽ എത്തിച്ചത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷികം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പേരൂർക്കട സ്പെഷ്യൽ ആംഡ് പോലീസ് ഗ്രൌണ്ടിൽ രാവിലെ നടക്കുന്ന സെറിമോണിയൽ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് കേഡറ്റുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും. കോഴിക്കോട് നാദാപുരത്ത് 4 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. നാദാപുരം ഗവൺമെന്റ് ആശുപത്രിക്ക് പരിസരത്ത് വെച്ചാണ് നായയുടെ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവർ നാദാപുരം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആലപ്പുഴയിൽ വസ്തുതർക്കത്തിന്റെ പേരിൽ ബന്ധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ യുവ അഭിഭാഷകന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി മഹേഷിനെയാണ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2020 സെപ്റ്റംബർ 29-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് പാലക്കാട് ജില്ലയിൽ ഈ മാസം 6 മുതൽ 14 ദിവസത്തെ മൊബൈൽ പാസ്പോർട്ട് സേവാ ക്യാമ്പ് സംഘടിപ്പിക്കും. തപാൽ വകുപ്പിന്റെയും ജില്ലാ അധികാരികളുടെയും ഏകോപനത്തോടെ 11 ഇടങ്ങളിലായിരിക്കും ക്യാമ്പുകൾ നടക്കുന്നത്. ദീർഘദൂര യാത്രകൾ ഒഴിവാക്കി പൌരന്മാർക്ക് പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സംരംഭമാണ് മൊബൈൽ പാസ്പോർട്ട് സേവാ ക്യാമ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഉള്ളൊഴുക്ക് മികച്ച മലയാള ചിത്രം. 17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് സെപ്റ്റംബർ 9-ന്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്ക് താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോടതി വിധി മറികടന്നുകൊണ്ടുള്ള നിയമനമെന്ന് മന്ത്രി P. രാജീവ്.
ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യഹർജിയിൽ എൻഐഎ കോടതി നാളെ വിധി പ്രഖ്യാപിക്കും. കേരള ഫിലിം പോളിസി കോൺക്ലേവിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.